നമസ്കാരം, എന്റെ പേര് ഐശ്വര്യ. എല്ലാവർക്കും ഐശ്വര്യം ഈ ഓണം എന്ന ഓണം സീരീസിലേക്ക് സ്വാഗതം. നിങ്ങൾ നമ്മളുടെ ഐശ്വര്യമി ഓണം എന്ന ഈ ഓണം സീരീസ് എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. ഇഷ്ടമാവുണ്ടോ ഇല്ലെന്നോ അതെല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് പറയാൻ വേണ്ടി മറന്നു പോരുത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് ഓണക്കോടികളാണ് ഫ്രം മിന്ത്ര. നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റിയ നല്ല കുറച്ച് സൽവാർ സെറ്റ്സ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഇന്നത്തെ ഇതിന്റെ കുർത്ത അല്ല, 3 പീസ് സെറ്റ് ആണ്. ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം 3 പീസ് നമ്മളെ സൽവാർ സെറ്റുകളാണ് കേട്ടോ. അപ്പോ നമുക്ക് ഞാൻ എല്ലാ കുർത്ത സെറ്റ്സിന്റെയും എന്താ റേറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. ചില എന്റെ ഫോണിൽ മിന്ത്ര ആപ്പ് എന്നറിയില്ല, കുറെ നാട്ട് വർക്ക് ചെയ്യുന്നില്ല. അത് ഞാൻ ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് അത് എന്ത് ചെയ്തിട്ട് ആവുന്നില്ല. അപ്പൊ ഇതിന്റെയൊക്കെ ഞാൻ ഓർഡർ എപ്പോഴും പ്ലേസ് ചെയ്യുമ്പോൾ കുറെ നാളുകളായിട്ട് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് ആപ്പ് എന്നാണ്, സോറി ആപ്പ് അല്ല, വെബ്സൈറ്റിൽ നിന്നാണ്, നമ്മളെ ലാപ്ടോപ്പിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്റെ കയ്യിൽ റേറ്റ്സ് ഒന്നും ഇല്ല. പക്ഷെ എല്ലാം അത്യാവശ്യം നല്ല അഫോർഡബിൾ ആണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല രസമുള്ള കുർത്താസ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ സംസാരിച്ച സമയങ്ങളുണ്ട്. വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. ഞാനപ്പോ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എല്ലാം മെജോറിറ്റിയും എല്ലാം കുർത്ത, അതായത് 3 പീസ് സെറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷെ ഒരേ ഒരു സെറ്റ് മാത്രം 2 പീസ് സെറ്റ് ഉണ്ട്, അതായത് കുർത്ത പലാസോ സെറ്റ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ച് മാറ്റി വെച്ചേക്കാം. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു സെറ്റ്, ബിക്കോസ് അതിന്റെ പാറ്റേൺ അടിപൊളിയാണ്. അപ്പൊ ഇത് എന്റെ കയ്യിലുള്ളത് ഇങ്ങനത്തെ ഒരു നല്ലൊരു റെഡ് കളറ്, എന്താ പറയാ, ആലിനി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് കേട്ടോ. ആലിനി എന്ന് പറഞ്ഞൊരു മെയ്ഡ് ഇൻ ഇന്ത്യ ആയിട്ടുള്ള ബ്രാൻഡാണ്. അതിൻ്റെ അകത്ത് നല്ല രസമുള്ള ഇങ്ങനത്തെ പ്രിന്റ് വരുന്ന എംബ്രോയിഡറി വർക്ക്, മെഷീൻ എംബ്രോയിഡറി വർക്കുന്ന, എനിക്ക് തോന്നുന്നു ഇതൊരു റയോൺ മെറ്റീരിയൽ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ മെറ്റീരിയലിന്റെ കാര്യത്തിൽ അങ്ങനെ അത്ര വലിയ ജിൻജിനാക്കടി ഒന്നുമില്ല. അതിന്റെ ഹോൾസ് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും, അതുകൊണ്ട് എനിക്ക് നോക്കി പറഞ്ഞുതരാൻ പറ്റുന്നില്ല കേട്ടോ. ബട്ട് സ്റ്റിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇത് ഒരു എസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു കുർത്ത ആൻഡ് പലാസോ സെറ്റ് ആണ്. മൊത്തത്തിൽ എനിക്ക് എന്റെ ഫീൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആൻഡ് യൂഷ്വലി ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ റെഡ് കളർ ഡ്രസ്സസ് ഭയങ്കര റെയർ ആയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. പക്ഷെ ഇത്തവണ ഞാൻ ഇത് വാങ്ങിച്ചു നോക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ കംഫർട്ടബിൾ. എൽബോ സ്ലീവ് ആണല്ലോ, 3/4 സ്ലീവ് ആണ് ഇത് വരുന്നത്. ആൻഡ് ഓൾസോ നെക്കിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് വന്നിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഒരു ഏസിമെട്രിക്കൽ ടൈപ്പ് ഓഫ് ഒരു നല്ലൊരു കുർത്ത സെറ്റ് ആണ്. ആൻഡ് ഓൾസോ ഇതിന്റെ പാന്റിന്റെ പാന്റിന്റെ താഴെ ടൂ മച്ച് ഓഫ് ഹിന്ദിയുടെ എല്ലായിടത്തും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ, ഹിന്ദിയാണ് വരുന്നത്. ഈ പാന്റിന്റെ താഴെ വന്നിട്ട് നിറച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിട്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. എനിക്ക് മൊത്തത്തിൽ ഈ ഒരു സൽവാർ ഭയങ്കര ഇഷ്ടപ്പെടും. ഞാൻ റേറ്റ് ഇവിടെ കൊടുക്കാം. എല്ലാ സൽവാർസും അഫോർഡബിൾ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പലാസോ സെറ്റ് ആണ്. എനിക്ക് ഇതിന്റെ കളർ ഭയങ്കര ഇഷ്ടപ്പെടും. ഒരു കൂൾ ടോൺ ആയിട്ടുള്ള ഒരു റെഡ് കളറാണ്. ആൻഡ് ഓൾസോ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ട്, നല്ല കംഫർട്ടബിൾ ആണ്. എനിക്ക് ആ മൊത്തത്തിലുള്ള ആ ഒരു ഏസിമെട്രിക്കൽ കുർത്തയും അതിന്റെ കൂടെ ഈ ഒരു പലാസോ പാന്റിന്റെ ആ ഒരു പെയറിംഗ് കൂടി വന്നിട്ട് എനിക്ക് മൊത്തത്തിൽ ഇത് സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇത് ഭയങ്കര ഫെസ്റ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെന്ന് തന്നെ എനിക്ക് പറഞ്ഞ ഭയങ്കര അടിപൊളി, നമ്മൾ ഭയങ്കര പാർട്ടി അല്ലെങ്കിൽ ഫെസ്റ്റീവ് ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് സോ ഗുഡ്. ഓക്കെ, നമുക്ക് ഫെസ്റ്റീവ് സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് കാഷ്വൽ കാര്യങ്ങൾക്കൊക്കെ ഇത് വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാം. വേറെ ഒരു ഇവന്റ് ഒക്കേഷനോ ഒന്ന് വരാൻ വേണ്ടി കാത്തിരിക്കേണ്ടതെന്നുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സോ അതാണ് നമ്മളുടെ ആദ്യത്തെ സാധനം. ഇതിന് മാത്രമാണ് നമുക്ക് ഷോൾ ഇല്ലാത്തതുള്ളത്. ഇവിടെ വെക്കാം. ഇതിന് മാത്രമാണ് നമുക്ക് ഷോൾ ഇല്ലാത്തത്, ബാക്കി എല്ലാത്തിനും ഷോൾ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് കാണാം. ഇനി ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ബ്രിക്ക് റെഡും ആൻഡ് ഓൾസോ ഗ്രീനും വരുന്ന കോമ്പിനേഷനിലുള്ള ഒരു സൽവാർ സെറ്റ് ആണ്. എനിക്ക് ഇതിന്റെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു കുർത്തയുണ്ട് കേട്ടോ. അതായത് ഇത് ഐ തിങ്ക് ഇത് വരാങ്ക എന്ന ബ്രാൻഡ് അല്ലേ, നോക്കട്ടെ. ഇത് വരാങ്ക എന്ന ബ്രാൻഡാണ്. ഞാൻ കുറെ നാൾ മുന്നേ കുർത്ത ഹോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്റെ ഒരു കുർത്ത ഇതുപോലത്തെ തന്നെ വർക്കാണ് വന്നേക്കുന്നത്. പക്ഷെ മെജന്ത കളറായിരുന്നു ആ ഒരു കുർത്ത. ഇതൊരു ബ്രിക്ക് റെഡ്, ബ്രിക്ക് ഓറഞ്ച് കൈൻഡ് ഓഫ് ഉള്ളൊരു ആ ഒരു ഷെയ്ഡാണിത്. എന്റെ എല്ലാ സൽവാർ സെറ്റുകളും എല്ലാം തന്നെ മീഡിയം ആണ് സൈസ് കേട്ടോ. സൈസ് ഒക്കെ നമ്മൾ മാറി, അപ്പോൾ മീഡിയം സൈസ് ആണ്. അപ്പോൾ ഇതാണ് സംഭവം. ആൻഡ് ഓൾസോ ഇതും 3/4 സ്ലീവ് ആണ് വരുന്നത്. ആൻഡ് അടിയിലേക്ക് അങ്ങനെ വലിയ വർക്കും കാര്യങ്ങളൊന്നുമില്ല. ഈ പോർഷൻ അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു പോർഷനുള്ള ഈ ഒരു വർക്കാണ് ഈ ഒരു സൽവാറിന്റെ മെയിൻ ആയിട്ടുള്ള വർക്ക്. പാന്റിനെ പറ്റി പറയുകയാണെങ്കിൽ സ്ട്രേറ്റ് കട്ട് പാൻസ് ആണ്. ആൻഡ് ഓൾസോ നമുക്ക് എന്താ പറയാ, ഒരു ടൈ ഒക്കെ ഉണ്ടെങ്കിലും ടൈന് ഇവിടെ പ്രസക്തി ഇല്ല. ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത്, ഇലാസ്റ്റിക് ആണ്. ആൻഡ് ഓൾസോ നല്ല കംഫർട്ടബിൾ ആണ്. ആൻഡ് ഓൾസോ ഇതിന്റെ കൂടി ഇതുണ്ട് കേട്ടോ, പോക്കറ്റ്സ് ഉണ്ട് പാന്റിൽ. ഇല്ലേ,
ഇല്ല ഇത് സോറി ഈ പാൻറ്റിലല്ല പോക്കറ്റ് ഉള്ളത്, വേറെ പാൻറ്റിലാണ് പോക്കറ്റ് ഉള്ളത്, സോറി ഇതിലാണെന്ന് വിചാരിച്ചു. അപ്പൊ ഇതിന് പോക്കറ്റ് ഒന്നുമില്ല, സ്ട്രെയിറ്റ് കട്ട് ആയിട്ടുള്ള ഒരു നല്ലൊരു പാന്റ് ആണ്. ഓൾസോ എനിക്ക് ഇതിന്റെ ഷോള് വളരെ നല്ല രസമുള്ള ഒരു കോൺട്രാസ്റ്റ് കളർ ഗ്രീൻ കളറാണ് വന്നേക്കുന്നത്. ആൻഡ് ഇതിന്റെ നല്ല എന്താ പറയാ ജോർജറ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ആൻഡ് ഓൾസോ ഈ ഷോളിന്റെ ഇതിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഗോൾഡൻ ടാസിൽ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്. അപ്പൊ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് തന്നെ എന്റെ ഫേവറേറ്റ് ആണ് ഫ്ലോറൽ പ്രിന്റ്സ്. ഓക്കെ, അപ്പൊ നല്ല നല്ല ഭംഗിയുള്ള രസമുള്ള നല്ല ഫ്ലോറൽ പ്രിന്റ്സും ആൻഡ് ഓൾസോ നല്ല ഒരു ദുപ്പട്ടയാണ് വന്നേക്കുന്നത്. എനിക്ക് ഈ ദുപ്പട്ടയ്ക്ക് കുറച്ച് വീതി കുറവായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ ബിക്കോസ് നമ്മളിത് വൺ സൈഡ് അങ്ങനെയൊക്കെ ഇടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്കൊണ്ട് ഇത് ഭയങ്കര കുഴപ്പമില്ലാത്തതെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് എല്ലാ ദുപ്പട്ടൈസും ചെറുതാണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കും എത്രയാണ് ഹൈറ്റ് എന്ന്. ഞാൻ 5 feet 6 inches ടോൾ ആണ്. ഐ ആം ടോൾ ഇനഫ്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് എന്ത് നമ്മളിപ്പോ പുറത്തുനിന്ന് മുറിച്ച് വാങ്ങിക്കാത്ത എന്ത് റെഡിമെയ്ഡ് ദുപ്പട്ട അല്ലെങ്കിൽ റെഡിമെയ്ഡ് ഷോൾസ് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ചെറുതാണ്. ഓക്കെ, ചില ആൾക്കാർ എന്റെ വീഡിയോസ് കണ്ടിട്ട് പറയാറുണ്ട് ഇവർക്ക് എത്ര പൊക്കമുണ്ട്, ഇവർക്ക് അതിനെ കണ്ട പൊക്കമൊന്നും തോന്നുന്നില്ലല്ലോ. എനിക്ക് നല്ല പൊക്കമുണ്ട്. 5 feet 6 inches and I am very tall. അപ്പൊ ഇതാണിത്. അപ്പൊ എനിക്ക് നമ്മളിപ്പോ ഇന്ന് കാണിക്കുന്നതല്ല എല്ലാ സ്ഥിരം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന എല്ലാ ദുപ്പട്ടാസും എനിക്ക് ചെറുതാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ദുപ്പട്ട ലൈക്ക് സൽവാർ സെറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓണക്കോടിയായിട്ട് എനിക്ക് തോന്നി. നല്ല അടിപൊളിയാണ്, നല്ല വർക്ക് ഉണ്ട്, അത്യാവശ്യം നല്ല ടാസൽസ് ഉണ്ട്, അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. നെക്സ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ്സ് തന്നെയാണ് കേട്ടോ. ഇതിന്റെ ഈ നമ്മളിപ്പോ 5, 6, 7 കുർത്താസ് സൽവാർ സെറ്റ്സ് കാണിക്കുന്നുണ്ട്. അതിന്റെ എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് എന്ന് പറയാം. മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൽവാറിന്റെ കളറാണ് കേട്ടോ. ഈ ഒരു മസ്റ്റേർഡ് കളർ വിത്ത് സ്ട്രൈപ്സ് ആണ് ഈ ഒരു എന്താ പറയാ ഈ ഒരു സൽവാർ സെറ്റ് വന്നേക്കുന്നത്. എനിക്ക് ഈ കളറ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ്. എന്തുകൊണ്ട് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കളറാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഭയങ്കര നല്ല കളറാണ്. എനിക്ക് പണ്ട് മുതലേ എനിക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്കിങ്ങനെ മസ്റ്റേർഡ് കളർ കുർത്ത സൽവാർ സെറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് അത് ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് എന്റെ അമ്മ പറയും ഇതൊന്ന് മാറ്റിയിടാവോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്കും ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്. ഓൾസോ ഇതേണ്ട ഇങ്ങനെയാണ് ഇങ്ങനെ സൈഡിലേക്കുള്ള സ്ട്രൈപ്സ് ആണ് വന്നേക്കുന്നത്. ഇതല്ല കേട്ടോ, എ ലൈൻ കുർത്തി ആണ്. സ്ലിറ്റഡ് അല്ല, ഇങ്ങനെ എന്താ പറയാ സ്ലിറ്റ് ഇല്ലാത്ത ഫ്രോക്ക് മാറ്റ സാധനമില്ലേ അതുപോലത്തെ സാധനമാണ്. ആൻഡ് ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ടമ്മി ഫാറ്റ് ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇങ്ങനത്തെ സംഭവം ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും കേട്ടോ. ഭയങ്കര ആ ടമ്മി ഫാറ്റ് ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് അടിപൊളിയായിട്ടിരിക്കും. എനിക്ക് ഇത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് എന്റെ പാന്റ് കണ്ടോ, ഇങ്ങനത്തെ മെറ്റീരിയൽ ആണ് പാന്റ്. ടിഷ്യൂ ആണ് ഇതിന്റെ പാന്റ്. ഇതും സ്ട്രേറ്റ് കട്ട് പാൻസ് ആണ്, വളരെ കംഫർട്ടബിൾ ആണ്. യൂഷ്വലി ചിലപ്പോൾ ഇതിന് പടപടാന്ന് ഇരിക്കാറുണ്ട് ഇങ്ങനത്തെ പാൻസ് ആണെങ്കിൽ, പക്ഷെ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഓൾസോ വേസ്റ്റ് ബാൻഡ് വന്നിട്ട് ഇലാസ്റ്റിക് ആയിട്ടുള്ള വേസ്റ്റ് ബാൻഡ് ആണ് വന്നേക്കുന്നത്. അടിപൊളിയാണ്. ആൻഡ് ഷോളിനെ പറ്റി പറയുകയാണെങ്കിൽ ഷോളും ഇങ്ങനത്തെ ഇങ്ങനത്തെ നല്ലൊരു മസ്റ്റേർഡ് കളർ. ഇത് ജോർജറ്റ് അല്ലേ, ജോർജറ്റ് ആണെന്നോ ജോർജറ്റ് ഷിഫോണോ എനിക്ക് ഇതിന്റെ പേരൊന്നും അറിയാൻ പാടില്ല. ഇങ്ങനത്തെ തളർന്ന് കിടക്കുന്ന ഷോളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പൊ ഇതാണ് ഇത് കേട്ടോ. ഇത് ഈ ഒരു സൽവാർ സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര കംഫർട്ടബിൾ ആൻഡ് ഓൾസോ കുറച്ച് നല്ല എലഗന്റ് ലുക്ക് തരുന്ന നല്ല ഒരു സെറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് എന്താ പറയാ ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് തന്നെയാണ്. പക്ഷെ എന്റെ പാന്റ് കുറച്ച് പ്രശ്നമുണ്ട്. സോ ഈ പാന്റ് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഈ കളർ പാന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സൽവാർ വാങ്ങിച്ചാൽ മതി. ബിക്കോസ് പാന്റ് ഇസ് സോ ഡിഫിക്കൾട്ട് ടു വാക്ക്. അപ്പൊ ഇതാണ് ഈ ഒരു ഇൻഡിഗോ ബ്ലൂ കൈൻഡ് ഓഫ് ഒരു സൽവാർ സെറ്റാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മളുടെ സിൽവർ ജ്വല്ലറീസിന്റെ കൂടിയിട്ട് നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇങ്ങനത്തെ എംബ്രോയിഡറി വർക്കാണ് ഈ പോർഷൻ്റെ അവിടെ വന്നേക്കുന്നത്. ആൻഡ് താഴത്തേക്ക് നമുക്ക് ഇങ്ങനെ അവിടെ ആയിട്ട് ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. സ്ലീവിന്റെ അറ്റത്തായിട്ട് മാത്രം ഗോട്ടാപ്പട്ടി വർക്ക് ഉണ്ട്. ആൻഡ് അത്രേ ഉള്ളൂ കേട്ടോ. ഇതും ഈ ബ്രാൻഡ് ഏതാ ബ്രാൻഡ് ആലിൽ നിന്നുണ്ട് നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു ബ്രാൻഡാണ്. ഇതിന്റെ പാന്റിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സോ അൺകംഫർട്ടബിൾ, ഒട്ടും നമുക്ക് നടക്കാൻ പറ്റില്ല. അതായത് നമ്മുടെ മുട്ടിന്റെ അവിടെയായിട്ട് ഒരു പിടുത്തമാണ്. അതായത് നമുക്ക് ഓൾട്ടർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. മുട്ടിന്റെ അവിടെ ഒരു പിടുത്തം വരുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ മുട്ടിന്റെ മേലേന്ന് അതായത് മുട്ടിന്റെ താഴത്തുനിന്ന് നമുക്ക് മേലേക്ക് ഇങ്ങനെ വലിച്ച് കയറ്റിയിട്ട് നമ്മുടെ ഒരു എന്താ പറയാ വേസ്റ്റിന്റെ അവിടെയായിട്ട് നമുക്ക് പാന്റ് പൊക്കിയിടാൻ പറ്റണില്ല. മെറ്റീരിയൽ ഇത്തിരി സ്റ്റിഫ് മെറ്റീരിയൽ ആണ്. ആൻഡ് മൊത്തത്തിൽ പാന്റ് കുറച്ച് പ്രശ്നമാണ്. സോ പക്ഷെ എനിക്ക് അല്ലാണ്ട് ഈ കുർത്ത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതേ. എനിക്ക് ഭയങ്കര കോംപ്ലിമെന്റ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കംഫർട്ടബിൾ ആണ്. ഈവൻ ദോ നമുക്ക് ഇതൊരു ഓഫീസ് വെയർ ആയിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ ഇടാം. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ബോട്ടം വല്ലാണ്ട് നമ്മൾ ചതിച്ചിരിക്കുകയാണ് കുട്ടികളെ. ആൻഡ് ഈ ഷോളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ ഷിഫോൺ അല്ല, മറ്റേ ജോർജറ്റ് കൈൻഡ് ഓഫ് ഒരു ഷോൾ ആണെന്ന് എനിക്ക് അറിയത്തില്ല. മെറ്റീരിയൽ തളർന്ന് കിടക്കുന്ന ഷോൾ. എന്റെ ഈ ഷോളിന്റെ
സൈഡിലായിട്ട് നമുക്ക് ഇങ്ങനെ ഗോട്ടാപ്പട്ടി വർക്ക് ഉണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ പറഞ്ഞ മാതിരി എനിക്ക് ഷോള് എന്തൊക്കെയാണെങ്കിലും ഭയങ്കര കുട്ടി ഷോളാണ്, ബട്ട് സ്റ്റിൽ ഭയങ്കര നല്ല കളറാണ്. എനിക്ക് ആ പാറ്റേണും എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ നീളം, പാന്റിന്റെ പ്രശ്നം ഒരു വലിയ രൂക്ഷമായ പ്രശ്നമാണ്. പാന്റ് അവോയ്ഡ് ചെയ്തുകൊണ്ട് ഈ ഡ്രസ്സ് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം, ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ഷീറ്റ് ഉണ്ടാവും. പക്ഷെ നമുക്ക് വേണമെങ്കിൽ വൈറ്റിന്റെ കൂടെ ഒക്കെ ഇടാം. പക്ഷെ വൈറ്റ് പാൻസിന്റെ കൂടെ ഇടുന്നതിനേക്കാളും ഭംഗി ഈ ഒരു സെയിം കളർ പാന്റിന്റെ കൂടെ ഇടുമ്പോഴായിരിക്കും. പക്ഷെ ആ ദുപ്പട്ടയും ആ ഒരു ടോപ്പും ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എനിക്കൊരു സങ്കടം, ഇത് എന്ത് ചെയ്യണം എന്നൊരു ഇതിപ്പോ എക്സ്ചേഞ്ച് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് സൈസ് മുഴുവനും എനിക്ക് വലുതായി പോകും. അതായത് എന്റെ കുർത്തേന്റെ മേളത്തെ സൈസ് മുഴുവനും വലുതായി പോകും. പക്ഷെ പാന്റ് എനിക്ക് ഇത് വെച്ചിടാൻ പറ്റില്ല. അപ്പൊ ഒന്നെങ്കിൽ ഞാൻ ഇത് എക്സ്ചേഞ്ച് ഇടും, റിട്ടേൺ ഇടും, അല്ലെങ്കിൽ ഞാൻ ഇത് പാന്റ് വേറെ വാങ്ങിക്കും. ഏതാന്ന് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല. എനിക്ക് എന്റെ സൽവാറിന്റെ ഒരു ഭംഗി കണ്ടിട്ട് എനിക്ക് അത് സത്യം പറഞ്ഞാൽ എനിക്ക് എക്സ്ചേഞ്ച് ചെയ്തിടാൻ വേണ്ടി തോന്നുന്നില്ല. അത്രയ്ക്ക് നല്ല രസമുണ്ട്. അപ്പൊ അതാണത്. ഇനി ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് വേറൊരു എന്റെ ഒരു വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ്സ് എന്ന് പറയാം. ഇത് നല്ലൊരു ഗ്രേപ്പ് വൈൻ കൈൻഡ് ഓഫ് ഒരു കളറാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റിച്ച് വർക്ക് ഉണ്ട്. ഈ ഒരു കുർത്തയ്ക്കകത്ത് നെക്കിന്റെ പോർഷൻ ആണെങ്കിലും സ്ലീവിന്റെ പോർഷൻ ആണെങ്കിലും നല്ല റിച്ച് വർക്ക് ഉണ്ട്. വീരേക്കാണ് വരുന്നത്. നല്ല ബ്രോഡ് ആയിട്ടുള്ള നിറച്ച് ഗോട്ടാപ്പട്ടി വർക്ക് ആണെന്ന് തോന്നണല്ലേ? അല്ല, ഗോട്ടാപ്പട്ടി അല്ല, എംബ്രോയിഡറി ആൻഡ് സീക്വൻസ് ആയിട്ടുള്ള വർക്കാണ് വന്നേക്കുന്നത്. പിന്നെ സ്ലീവ് വന്നിട്ട് ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ട്രയാങ്കിൾ പോലെ വരുന്ന ടൈപ്പ് ഓഫ് ഒരു സ്ലീവ്. അത് കണ്ടു. ഇപ്പൊ നിങ്ങൾക്ക് സ്ലീവ് പിടിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയില്ല. ഇങ്ങനെ നോർമൽ സ്ലീവ് അല്ല, ഇങ്ങനെ വീതിയുള്ള ബെൽ ബോട്ടം പോലത്തെ ബെൽ സ്ലീവ്സ് ആണ് വരുന്നത്. ആൻഡ് ആ സ്ലീവിന്റെ അവിടെയും നിറച്ച് ഇങ്ങനത്തെ വർക്ക് വരുന്നുണ്ട് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ കളറുള്ള ഡ്രസ്സ് ഐ തിങ്ക് ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് ഈ ദേശി ട്രഡീഷണൽ സൽവാർ സെറ്റ് അങ്ങനത്തെ സാധനമൊന്നും എനിക്ക് ഇങ്ങനത്തെ ഒരു കളർ ഇല്ല. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെടും. ഇതിന്റെ പാന്റ് ആണെങ്കിലും ഭയങ്കര നല്ലതാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാന്റ് ആണ്. ഇതിന്റെ ഏതോ ഒരു പാൻറ്റകത്ത് പോക്കറ്റ് ഉണ്ടായിരുന്നല്ലോ. എനിക്ക് ആ ബ്ലൂ പാന്റിനാണ് പോക്കറ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ ആ പാന്റിനകത്ത് ഇടാനും പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ഇതിന്റെ പാന്റ് വന്നിട്ട് സാധാരണ സ്ട്രൈറ്റ് കട്ട് പാന്റ് ആണ്. ആൻഡ് ഓൾസോ ഇതിന്റെ അടിയിൽ നമുക്ക് ഈ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ്, നല്ല സ്റ്റൈലിഷ് ആണ്. എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ദുപ്പട്ട വരുന്നത് എന്താ ഒരു ഓഫ് വൈറ്റ് കളറാണ്. ഓഫ് വൈറ്റ് കളറിന്റെ അത് എല്ലാ സൈഡിലും നമുക്ക് ഈ ഒരു സീക്വൻസ് പോലെ വരുന്നുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓണക്കോടിയുടെ എനിക്ക് തോന്നി. ആൻഡ് ഓൾസോ ഭയങ്കര എക്സ്ട്രാ ഗോഡിയല്ല, നമുക്ക് വീണ്ടും റീവെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിപ്പോ പല ഡ്രസ്സസ് ഇൻക്ലൂഡിങ് എന്റെ കല്യാണ സാരി, എന്റെ എൻഗേജ്മെന്റ് ഡ്രസ്സ്, എന്ത് സാധനം എടുത്താലും ഞാൻ റീവെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് നോക്കിയിട്ട് മാത്രമേ എടുക്കാറുള്ളൂ. അല്ലാണ്ട് ഒറ്റ തവണ ആ ഒരു ദിവസത്തേക്ക് ഇട്ടതിന് ശേഷം പിന്നെ പെട്ടിയിൽ വെക്കുന്ന ഓപ്ഷൻ യൂഷ്വലി നോക്കാറില്ല കേട്ടോ. അതുകൊണ്ടാണ് എന്റെ ടേസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് ഇനിയും അല്ലാണ്ടും മറിച്ച് മാറിയും ഒക്കെ ഇടാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സസ് കാണിക്കുന്നത്. ലാസ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ആക്ച്വലി ഐ വാസ് ലിറ്റിൽ കൺഫ്യൂസ്ഡ് വെദർ നിങ്ങൾക്ക് കാണിക്കണോ വേണ്ടേ എന്നുള്ളത്. പക്ഷെ ഇങ്ങനത്തെ പ്രിന്റ് കുഴപ്പമില്ലാത്ത ആൾക്കാർക്ക് ഇത് കൺസിഡർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ പ്ലീസ് സ്കിപ്പ് ഇറ്റ്. ഞാനിപ്പോ വാങ്ങിയത് കൊണ്ട് മാത്രമാണ് കാണിക്കുന്നത്. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നത് ഈ ഒരു സൽവാർ സെറ്റിന്റെ പാറ്റേൺ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. എക്സെപ്റ്റ് ആ ഒരു പിന്നെ പറഞ്ഞ ഫോയിൽ പ്രിന്റ് അങ്ങനെ എന്തുണ്ടല്ലേ പറഞ്ഞത്. പക്ഷെ ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇത് പോകും. പക്ഷെ ഞാൻ ആദ്യം ഞാനത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാനത് വെബ്സൈറ്റിൽ കണ്ടപ്പോൾ ഐ തോട്ട് അത് എംബ്രോയിഡറി വർക്ക് ആണെന്ന് വിചാരിച്ചു. ആൻഡ് റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ നല്ല റിവ്യൂ ആണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. എനിക്ക് ആ റിവ്യൂസിന്റെ ഫോട്ടോസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ മറ്റേ പാരലൽ പാൻസും ഷോർട്ട് ടോപ്പും ഇല്ലേ നമ്മൾ പണ്ടത്തെ, എനിക്കാണെങ്കിൽ അത് പാറ്റേൺ വൈസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓൾസോ പ്രിന്റ് വൈസും എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈ പ്രിന്റ് പോകുമല്ലോ എന്ന് ഓർക്കുമ്പോൾ മാത്രമാണ് പ്രശ്നം. ഇത് ഷെയ്ഡ് ഓൾസോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ എന്റെ കൈ പോകാത്ത ടൈപ്പ് ഓഫ് ഒരു ഷെയ്ഡാണ്. പക്ഷെ ഷെയ്ഡ് വൈസും എനിക്ക് ഇഷ്ടപ്പെട്ടു. കുട്ടി ഷോർട്ട് ടോപ്പും നല്ല 3/4 സ്ലീവിൽ ഇങ്ങനത്തെ വർക്കും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് അതിന്റെ കൂടെ നമുക്കൊരു നല്ല പലാസോ പാൻസും ആണ് ഈ ഒരു എന്താ പറയാ ഇതിന്റെ കൂടെ വന്നേക്കുന്നത്. ഐ ജസ്റ്റ് ലവ് ഇറ്റ്. എനിക്ക് ഈ പാന്റിന്റെ ഡിസൈനാണ് സ്ലീവിന് വന്നേക്കുന്നത്. പക്ഷേ ഇതിന് ഈ ഒരു ഫോയിൽ പ്രിന്റ് ആയത് കൊണ്ടുള്ള ഒരു പ്രശ്നം മനസ്സിലായി. അതൊരു ഹാപ്പി ആയില്ല. ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അയ്യോ ഈ ഡ്രസ്സിന് ഞാൻ ആക്ച്വലി ഇത് ഡെലിവർ ചെയ്യാൻ വേണ്ടി ആക്ച്വലി കുറച്ചധികം എക്സൈറ്റഡ് ആയിട്ടുണ്ട്. പക്ഷെ എന്റെ ഫോയിൽ പ്രിന്റ് കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ സകലം ഓടും പോയെന്ന് പറഞ്ഞാൽ മതി. ഓൾസോ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതുപോലെ തന്നെയാണ് കേട്ടോ. അതായത് പ്ലെയിൻ ദുപ്പട്ടയില് ഇങ്ങനെ കുഞ്ഞു ഫ്ലവേഴ്സിന്റെ ഫോയിൽ പ്രിന്റ് ആണ്. കളറും എന്റെ മൊത്തത്തിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഫോയിൽ പ്രിന്റ് ആയതുകൊണ്ടും അത് കഴുകിയാൽ പോകുന്നുള്ളത് കൊണ്ടും എനിക്കൊരു പ്രശ്നം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രിന്റ് കുഴപ്പമില്ലാത്ത ആൾക്കാർ, ആ ഒരു ടൈപ്പ് ഓഫ് പ്രിന്റ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. ഓൾസോ അത് ഭയങ്കര അഫോർഡബിൾ ആണ് ഈ ഒരു സെറ്റ് വന്നിട്ട്. അപ്പൊ അങ്ങനത്തെ പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാർക്ക് ഡെഫിനറ്റ് ആയിട്ടും കൺസിഡർ ചെയ്യാൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ പ്രൊഡക്ട്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മറന്നുകൊണ്ട് കേട്ടോ. അപ്പൊ അതോടെ നമ്മളുടെ ഇന്നത്തെ എന്താ പറയാ
ഇന്നത്തെ മിന്ത്ര ഓണക്കൊടികൾ വീഡിയോ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് സെറ്റാണ് ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് പറയാൻ വേണ്ടി മറന്നുകൊണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട് നമ്മളുടെ ഈ ഓണം സീരീസിന് നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ടിന്യൂസ്ലി 7ാമത്തെ കൊല്ലം തന്നെയാണ് നമ്മൾ ഓണം സീരീസ് ചെയ്യുന്നത്. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതലേ ഇങ്ങനെ ഓണം സീരീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് ഞാൻ പേരിട്ട് വിളിച്ചിരുന്ന സീരീസ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടൊന്നും അല്ല ചെയ്തിരുന്നത്. എന്നാലും അന്നും 10 വീഡിയോസ് അല്ലെങ്കിൽ 70 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 7ാമത്തെ വർഷത്തിലെ നമ്മളുടെ ഓണം സീരീസ് ആണത്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. അപ്പൊ വീണ്ടും എക്സൈറ്റിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കിന് വേണ്ടി സ്റ്റേ ട്യൂൺ. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറന്നു പോകരുത്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുണ്ട്. അപ്പൊ സീ ആണ് മൈ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.